വോട്ടർ പട്ടിക CPM-ന് ചോർത്തിക്കൊടുത്തവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് അനിശ്ചിതമായി നീണ്ടുപോകുകയാണെന്നും രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും പകർപ്പ് നൽകിയിട്ടില്ലെന്നും CPM കമ്മിറ്റികൾക്ക് കരട് പട്ടികയുടെ പകർപ്പ് നൽകുന്നുണ്ടെന്നും വോട്ടർ പട്ടിക പകർപ്പ് നൽകാത്തത് മറ്റു പാർട്ടികൾക്ക് വോട്ടർ പട്ടികയിൽ ആളെ ചേർക്കാനുള്ള അവസരം നിഷേധിക്കലാണെന്നും വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി വേണമെന്നും ലീഗും UDF-ഉം നിയമ നടപടി ആലോചിക്കുന്നുണ്ടെന്നും PMA സലാം പറഞ്ഞു. 5 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിന് സജ്ജമാക്കിയ വോട്ടർ പട്ടികയാണ് ഇപ്പോഴുള്ളത്. ഈ 5 വർഷത്തിനിടയിൽ 18 വയസ്സ് തികഞ്ഞ ധാരാളം യുവാക്കൾ കേരളത്തിലുണ്ട്. അവരെയൊക്കെ വോട്ടർ പട്ടികയിൽ ചേർക്കേണ്ടതുണ്ട്. അതിന് കരട് വോട്ടർ പട്ടിക കിട്ടിയാൽ മാത്രമേ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അതുമായി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. രാഷ്ട്രീയ പാർട്ടികളല്ലാതെ സ്വന്തമായി ചേർക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും അത് കിട്ടേണ്ടതുണ്ട്. ഇതുവരെ കിട്ടിയിട്ടില്ല. ഞങ്ങളുടെ വിവരമനുസരിച്ച് ജൂലൈ 9-ാം തീയതി വോട്ടർ പട്ടിക റെഡിയാണ്. പക്ഷെ അത് പുറത്തു കൊടുക്കുന്നില്ല, പ്രസിദ്ധീകരിക്കുന്നില്ല. പ്രസിദ്ധീകരിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെയും റവന്യൂ ഓഫീസുകളുടെയും ഒക്കെ അംഗീകാരമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭ്യമാകും. അത് കിട്ടാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ പ്രസിദ്ധീകരണം അനിശ്ചിതമായി നീട്ടുകയാണ്. എന്നിട്ട് രഹസ്യമായി ഈ വോട്ടർ പട്ടിക CPM കമ്മിറ്റികൾക്ക് നൽകുന്നു. കേരളത്തിൽ ഏതാണ്ട് എല്ലായിടത്തും CPM ഓഫീസുകളിൽ അവരുടെ ലോക്കൽ കമ്മിറ്റിയിലും ബ്രാഞ്ച് കമ്മിറ്റിയിലുമൊക്കെ കരട് വോട്ടർ പട്ടികയുടെ ഡ്രാഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പത്രങ്ങളിൽ വന്നു, ചാനലുകളിൽ വന്നു. അപ്പോൾ ഇത് ഒരിക്കലും പുറത്തു പോകാൻ പാടില്ലാത്തൊരു രേഖയാണ്. സ്കൂൾ സമയമാറ്റം ചർച്ച തുടങ്ങും മുൻപേ തീരുമാനം പ്രഖ്യാപിച്ചത് ശരിയായില്ലെന്നും പറയാനുള്ളത് കേട്ടു മനസ്സിലാക്കിയ ശേഷം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നേരത്തെ തീരുമാനിച്ചുറപ്പിച്ച ശേഷം നടത്തുന്ന ചർച്ചയ്ക്ക് പോകണോ എന്ന് സംഘടനകൾ തീരുമാനിക്കട്ടെയെന്നും അദ്ദേഹം പറഞ്ഞു. ചൂരൽമല ദുരന്തത്തിൽപ്പെട്ടവർക്ക് വീട് വയ്ക്കാൻ ലീഗ് ഫണ്ട് സ്വരൂപിച്ചത് സതുദ്ദേശത്തോടെയാണെന്നും 5 വ്യക്തിയിൽ നിന്നാണ് ഭൂമി വാങ്ങിയതെന്നും തോട്ടഭൂമിയാണെന്ന് ഇപ്പോൾ പറയുന്നവർ അതിന്റെ ഔദ്യോഗിക തീരുമാനം വന്ന ശേഷം ആരോപണം ഉന്നയിച്ചാൽ പോരെയെന്നും അദ്ദേഹം ചോദിച്ചു. 11.22 ഏക്കർ ഭൂമിയാണ് ലീഗ് വാങ്ങിയത്. ഇപ്പോൾ വാങ്ങിയ ഭൂമി വീട് വയ്ക്കാൻ 100% യോജ്യമാണെന്നും റവന്യൂ വകുപ്പിന് വേണമെങ്കിൽ പദ്ധതിക്ക് തടസ്സങ്ങളുണ്ടാക്കാം. രാഷ്ട്രീയമായ പകപോക്കലിന് വയനാട് സഹായ പദ്ധതിയെ സർക്കാർ ഉപയോഗിക്കുകയാണെന്നും മുട്ടിൽ മേപ്പാടി പാതയോരത്ത് വിപണി മൂല്യമുള്ള സ്ഥലമാണ് വീടുകൾ നിർമ്മിക്കാൻ ലീഗ് വാങ്ങിയതെന്നും PMA സലാം പറഞ്ഞു. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. See